ഹലോ, എല്ലാവർക്കും ഫൈഹാസ് വേൾഡിലോട്ട് സ്വാഗതം. അപ്പോൾ ഇതെന്താണെന്ന് മനസ്സിലായോ? ഇതാണ് കുറ്റിവാളരി. ഈ കുറ്റിവാളരി നമുക്ക് ചെടിച്ചട്ടിയിലൊക്കെ നട്ട് വളർത്താം. വളരെ ഈസിയായി, ഒരുപാട് വളങ്ങളൊന്നുമില്ലാതെ വളരെ ഈസിയായി ഇത് വളർത്തിയെടുക്കാം. ഇതിൻ്റെ ഒരു 2 തൈ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ആവശ്യമുള്ളത് ഈ വളരി ഇതിൽ നിന്ന് കിട്ടും. ഞാനിപ്പോൾ 3 എണ്ണം നടുന്നുണ്ട്. കണ്ടില്ലേ, നന്നായി വേരൊക്കെ പിടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് തണ്ടിങ്ങനെ നീണ്ട് വളർന്നു പോകുന്നത് കൊണ്ടാണ് ഞാനൊരു ഈർക്കിലിയുമായിട്ട് ചേർത്ത് കെട്ടിയാണ് ഇതിൽ വെച്ചേക്കുന്നത്. ഇനി ഇത് നമുക്ക് മാറ്റി നടാം. മാറ്റി നടാനായിട്ട് ഞാൻ മണ്ണും കുറച്ച് ചകിരിച്ചോറും ചാണകപ്പൊടിയും കുറച്ച് ഉമിയും മാത്രമേ ഇതിലിട്ടിട്ടുള്ളൂ. വേറെ ഒരു തരത്തിലുള്ള വളവും ഈ മണ്ണിലില്ല. അപ്പോൾ ഇതിലോട്ടാണ് ഞാനത് നട്ടു കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ചെടി വളർന്ന് കായ പിടിക്കുന്നത് വരെയുള്ള വീഡിയോ ഇതിലുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണേ. അപ്പോൾ ഞാൻ ഇത് ചെടി നട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒരാഴ്ച തണലത്ത് വെച്ചതിന് ശേഷം വെയിലത്തോട്ട് മാറ്റി വയ്ക്കാം. വളരെ പെട്ടെന്ന് തന്നെ ഇത് വളർന്ന് വരും. നന്നായിട്ട് നനച്ചു കൊടുക്കണം. അപ്പോൾ ഇത് നട്ടതുപോലെ തന്നെയാണ് ഞാൻ അടുത്ത 2 ചെടികളും നടുന്നത്. അതുകൊണ്ട് അത് നടുന്നത് ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ. ഏകദേശം 2 ആഴ്ചയ്ക്ക് ശേഷമുള്ള കാഴ്ചയാണ് ഈ കാണുന്നത്. ചെടി നന്നായിട്ട് വളർന്നു വന്നു. ഞാൻ താങ്ങിന് വേറൊരു ഇത്തിരിയും കൂടി ബലമുള്ള വടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ വേറെ നട്ടതാണ്. പക്ഷേ ഇത് കിളിയാണോ തത്തയാണോ എന്നറിയില്ല. കൂമ്പൊക്കെ കൊത്തി നശിപ്പിച്ച് വളർന്നു വരുമോ എന്ന് അറിയില്ല കേട്ടോ. അപ്പോൾ ചുവടൊന്ന് ഇളക്കിയിട്ട് കുറച്ച് ചാണകപ്പൊടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് 2 ആഴ്ചയ്ക്ക് ശേഷമുള്ള കാഴ്ചയാണ് ഈ കാണുന്നത്. ചെടി നന്നായിട്ട് വളർന്ന് വന്നിട്ടുണ്ട്. ചെറിയ മൊട്ടുകളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. കാണുന്നുണ്ടോ? ചെറിയ ചെറിയ മൊട്ടുകളാണ് വളർന്നു വരുന്നത്. ഇത് നട്ടതിന് ശേഷം ഒരു വട്ടം മാത്രമേ ചാണകപ്പൊടി ഇട്ട് കൊടുത്തിട്ടുള്ളൂ. ബാക്കി നന മാത്രമാണ് ചെയ്യുന്നത്. അപ്പോൾ അതേ കിളി നശിപ്പിച്ച ചെടിയാണ് ഈ കാണുന്നത്. ഇതും വളർന്നു വരുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. ചുവടൊന്നും ഇളക്കി കുറച്ച് ചാണകപ്പൊടി ഇട്ട് നനച്ചു കൊടുക്കുകയാണ്. ഇനി ഒരു 2 ആഴ്ച കൂടി കഴിഞ്ഞിട്ടുള്ളതാണ് ഈ കാണുന്നത്. ഈ കായ്കളൊക്കെ പിടിച്ചു വന്നിട്ടുണ്ട്. കണ്ടില്ലേ, നിറച്ച് കായ്കളൊക്കെ ഉണ്ട്. ഇതൊരു 4 എണ്ണം ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഒരു നേരത്തേക്കുള്ള തോരൻ ഉണ്ടാക്കാൻ പറ്റും. ഇതൊന്നുമല്ല, ഇതിലും വലുതാവും കേട്ടോ. ഈ ചെടി ഒരുപാട് പടർന്ന് പോയില്ലെങ്കിലും ഒരാളുടെ പൊക്കത്തിലൊക്കെ വളർന്നു വരും. അപ്പോൾ ഇതുപോലെ താങ്ങോ അല്ലെങ്കിൽ ഒരു കയറോ കെട്ടി കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ അതനുസരിച്ച് അത് ചുറ്റി പടർന്ന് വളർന്നു വരും. ഒരുപാട് പടരില്ല കുറ്റിവാളരി. അപ്പോൾ ഇതിൻ്റെ പൂക്കൾ കണ്ടില്ലേ, പൂക്കൾ കാണാനും ഒരുപാട് ഭംഗിയാണ്. അപ്പോൾ ഒരുപാട് പൂക്കൾ ഉണ്ടാവും. അതിൽ ഒരു വിധമൊക്കെ കായായി കിട്ടും കേട്ടോ. ഞാൻ ഈ ചെടികൾക്ക് 2 ആഴ്ച കൂടുമ്പോൾ കുറച്ച് ചാണകപ്പൊടി അല്ലാതെ വേറൊരു വളവും കൊടുത്തിട്ടില്ല. നന അത്യാവശ്യമാണ്. നന്നായിട്ട് നനച്ചു കൊടുക്കും. മണ്ണ് ഡ്രൈ ആവാൻ അനുവദിക്കരുത്. പൂക്കൾ കൊഴിഞ്ഞു പോകും. ഈ കാണുന്നത് കിളികൾ കൊത്തി നശിപ്പിച്ച ചെടിയാണ്. അപ്പോൾ ഇതും അത്യാവശ്യം വളർന്നതേ പൂക്കളൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിന് വളർച്ച കുറഞ്ഞത് കിളികൾ കൊത്തി അതിൻ്റെ കൂമ്പൊക്കെ കളഞ്ഞത് കൊണ്ടാണ്. ഇനി ഇത് വളർന്നു വന്നോളും, കുഴപ്പമില്ല. ഏകദേശം 1.5 മാസമായി. ഇത് കായ്കൾ പാകമായി കേട്ടോ. ഇത്രയും വളർന്നിട്ടുണ്ട്. ഇത്രയൊക്കെ വളരുള്ളൂ, കുറച്ചും കൂടി പൊക്കം വെക്കും. അപ്പോൾ ഞാൻ ഒരുപാട് വളമൊന്നും കൊടുത്തിട്ടില്ല. കണ്ടില്ലേ, ചട്ടിയിൽ മണ്ണ് അത്രേ ആയിട്ടുള്ളൂ. കണ്ടോ, കായ കിടക്കുന്നത് കണ്ടോ, നല്ല വലിയ കായാണ്. അപ്പോൾ ഇതൊരു 2 ചട്ടിയിലുണ്ടെങ്കിൽ തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള തോരൻ വയ്ക്കാം. അപ്പോൾ കണ്ടോ, ഇതാണ് ഇതിൻ്റെ കായ്കൾ. ഇപ്പോൾ മനസ്സിലായില്ലേ, വളരെ എളുപ്പത്തിൽ നമുക്ക് കുറ്റിവാളരി കൃഷി ചെയ്യാം. അതും ചെടിച്ചട്ടിയിൽ വലിയ ബുദ്ധിമുട്ടുകളൊന്നുമില്ലാതെ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, താങ്ക് യു.